നമസ്തേ പ്രിയ മിത്രങ്ങളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് വളരെ സുപരിചിതമായ ഒരു ഉപനിഷത്ത് വാക്യമാണ്. തീർച്ചയായും നമ്മളത് അറിയണം കേട്ടോ. അതറിയാതെ പോകാനേ പാടില്ല. ഒരു പക്ഷേ ഈശ്വര സ്മരണയോ ഈശ്വര പൂജയോ ഈശ്വര നാമജപമോ നടത്തുന്നതിന് മുമ്പ് നടത്തേണ്ടതാണ് അത്. അതിനുശേഷം മതി ഈശ്വര നാമവും ഈശ്വര പൂജയും ഈശ്വരാരാധനയും എല്ലാം. ഇത് പുരാണങ്ങൾ മുഴുവൻ പറയുന്നു, സർവ്വവേദങ്ങളും പറയുന്നു. എന്തിന്? ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ ഭഗവാൻ തന്നെ തന്റെ പിതാവായ വസുദേവരെയും ദേവകി ദേവിയെയും കാണുമ്പോൾ അത് കൃത്യമായി തന്നെ പറയുന്നു. എന്താ ഈ വളച്ചു കെട്ടി പറയുന്നതിന്റെ ഉദ്ദേശം? തുറന്നങ്ങ് പറഞ്ഞുകൂടെ എന്നതായിരിക്കും പലരുടെയും സംശയം. ഒന്നാമത് സമയമില്ല, അറിയാം. ഇത്തരം കാര്യങ്ങൾ ശ്രമിക്കുവാൻ വളരെ സമയം കുറവാണ് നമ്മൾക്ക്. ക്ഷമിക്കുക, ഏതായാലും പറയേണ്ടത് പറയുക തന്നെ വേണമല്ലോ. അതുകൊണ്ട് സൂചിപ്പിക്കുകയാണ്, ലോകത്തിൽ നമ്മുടെ പുരാണങ്ങൾ പ്രകാരം ഈ ജന്മത്തിലോ പരജന്മത്തിലോ മോക്ഷം കിട്ടാത്തതായിട്ടുള്ള 3 മഹാപാപങ്ങളുണ്ട്, 3 തെറ്റുകളുണ്ട്, ഒരിക്കലും മാപ്പ് ലഭിക്കാത്ത 3 കുറ്റങ്ങൾ. 1 മാതൃശാപം, 2 പിതൃശാപം, 3 ഗുരുശാപം. ഈ 3 ശാപങ്ങളിൽ ഏതെങ്കിലും ഒന്ന് ആരെങ്കിലും ഒരാൾ നേടിയിട്ടുണ്ടെങ്കിൽ അവൻ ഒരിക്കലും കോടിയർച്ചനയല്ല, കോടാനുകോടി രൂപ മുടക്കി എന്ത് വഴിപാട് നടത്തിയാലും ഭഗവാന്റെ കടാക്ഷം ലഭിക്കുകയില്ല. ഞാൻ പറയുന്നതല്ലേ ഇത്, ഉപനിഷത്തുകൾ പറയുന്നതാണ്. അതുകൊണ്ട് തെറ്റാൻ യാതൊരു സാധ്യതയുമില്ല. പ്രത്യേകം അത് ഓർക്കണേ. 1 മാതൃശാപം, 2 പിതൃശാപം, 3 ഗുരുശാപം. മാതാവിൽ നിന്ന് കിട്ടുന്ന ശാപം. മാതാവ് എപ്പോഴായിരിക്കും നമ്മെ ശപിക്കുന്നത്? മാതാവിന്റെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഉയരാതെ വരികയോ മാതാവിന്റെ പ്രതീക്ഷകളെ മുഴുവൻ തകിടം മറിച്ചുകൊണ്ട് മാതാവ് തന്റെ സന്തതിയിൽ നിന്ന് സ്വപ്നേവി ചിന്തിക്കാത്ത പ്രവർത്തനങ്ങൾ സന്തതി ചെയ്യുമ്പോൾ ആ മാതൃഹൃദയം പരിതപിക്കും, സങ്കടപ്പെടും. ആ സങ്കടമായിരിക്കും നാവിലൂടെ ശാപമായി പുറത്തേക്ക് എത്തുന്നത്. അത് ലഭിക്കുന്നവൻ ജീവിതത്തിൽ ഒരിക്കലും വിജയത്തെ കരഗതമാക്കില്ല. എന്താ അത് പറയാനുള്ള കാരണം? തൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഐശ്വര്യകരമായ സമയത്തെ 9.5 മാസം തൊട്ട്